പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ദിവ്യബലി നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സിയ വിൽസനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം B2 എക്സാം എഴുതുന്ന ടെസ്റ്റിനേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബിടെക് കമ്പ്യൂട്ടർ സയൻസിന്റെ പരീക്ഷ എഴുതുന്ന എറിക്സന് വേണ്ടി പ്രാർത്ഥിക്കാം. സുബി ജെയിംസ് കൂരാന്റെ വീട് പണിപൂർത്തിയാകുന്നതിനും രോഗസൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. 22ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മാക്സ്വെൽ ലിജി മാക്സ്വെൽ ഈ ദമ്പതികൾക്ക് വേണ്ടിയും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം 30ാം ചരമദിനം ആചരിക്കുന്ന രഞ്ജിത്തിനെയും 1ാം ചരമ വാർഷികം ആചരിക്കുന്ന അഗസ്റ്റിൻ വെറോണിക്ക, മേരി മാത്യു എന്നിവരെയും, അഗസ്തി തിരുത്താനത്തിൽ, ബിജു ജോർജ്, ജോസഫ് ഇ.വി, കുര്യാക്കോസ് കൂട്ടുങ്കൽ എന്നിവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി ഇതിൽ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങളെ സർവശക്തനായ ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കുചേരാം. സഹോദരിയുടെ രഹസ്യയോഗ്യതയോടും വിശുദ്ധിയോടും കൂടി അർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളോർത്ത് ദൈവത്തോടും സഹോദരങ്ങളോടും മാപ്പപേക്ഷിക്കണം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങേ ഇഷ്ടാനുസരണം അങ്ങ് നയിക്കണമേ. അങ്ങനെ അങ്ങേ പ്രിയപുത്രന്റെ നാമത്തിൽ സൽപ്രവൃത്തികളാൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ആദ്യകാലങ്ങളിൽ സെബൂലിന്റെയും നഫ്താലിയുടെയും ദേശങ്ങൾ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാലത്ത് കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവന്റെ ചുമലിലെ ദണ്ഡും മർദ്ദനന്റെ വടിയും മിതിയാന്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിന്റെ ആലയത്തിൽ അവിടത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടെന്ന് ക്ലേയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല, സുവിശേഷം
പ്രസംഗിക്കാനാണ്. എന്നാൽ വാക്വിലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ. ഈശോ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയ. ജീവൻ നൽകും വചനം ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു. ജീവൻ നൽകും വചനം ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ. ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു. ജീവൻ നൽകും വചനം ദൈവവചനം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലോണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലോൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ പേരിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന് മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലി കടൽത്തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. തക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു. സെബദിപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ദൈവത്തിന് നന്ദി. ക്രിസ്തുവിൽ പ്രിയമുള്ള വൈദികരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും രണ്ട് തീമുകളാണുള്ളത്. ഒന്ന്, ഈശോയുടെ പരസ്യ ജീവിതം ഈശോ ആരംഭിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈശോയുടെ ശിഷ്യന്മാരെ, ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. ആദ്യത്തേത് പറഞ്ഞ് തുടങ്ങുന്നത് യെശയ്യാ പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. വിജാതിയുടെ ഗലീലയിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിൽ നേരിട്ട്
ചിന്തിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ക്രിസ്തുവിന്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് യേശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. ക്രിസ്തുവിനെ പ്രകാശമായിട്ടാണ് യേശയ്യാ പ്രവാചകൻ ചിത്രീകരിക്കുന്നത്. സുവിശേഷങ്ങളിലും ഈശോയെ പ്രകാശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ വചനം ആരംഭിക്കുമ്പോൾ, സുവിശേഷം ആരംഭിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ ഈശോയെ കുറിച്ച് പറയുന്നത്, അവതരിപ്പിക്കുന്നത് ഈശോ വചനമാണ്. ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഈശോ പ്രകാശമായി എന്നാണ്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ലോകം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, എന്നാൽ ലോകം അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാനുള്ള കൃപ നൽകി. അപ്പൊ ക്രിസ്തുവിനെ യോഹന്നാൻ സുവിശേഷകൻ ഇങ്ങനെ പ്രകാശമായിട്ട് അവതരിപ്പിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശയ്യാ പ്രവാചകനും ചെയ്യുന്നത്. യേശു തന്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ലോകത്തിന്റെ അന്ധകാരം അകറ്റുന്ന പ്രകാശമായിട്ടാണ് ഈശോയുടെ വരവ്. ആ പ്രകാശത്തെ സ്വീകരിക്കുവാനായിട്ടാണ് ലോകത്തോട് യേശയ്യാ പ്രവാചകനും അതുപോലെ തന്നെ സുവിശേഷകന്മാർ ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മത്തായി സുവിശേഷകൻ. അപ്പോൾ ഈ ഗലീലയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവരുടെ ഇടയിലേക്ക് യേശു വരുമ്പോൾ അന്ധകാരം അകറ്റുന്നവനായി ഈശോയെ അവതരിപ്പിക്കുന്നു. യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകുമ്പോൾ സ്നാപക യോഹന്നാനും തൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നത്, ഈശോയും തൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നത്, സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് ഒരേ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ മാനസാന്തരപ്പെടുന്നവർക്കാണ് വെളിച്ചത്തിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളും മാനസാന്തരത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അന്ധകാരത്തിന്റെ മക്കളാകുവാനല്ല, പ്രകാശത്തിന്റെ മക്കളാകുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള അന്ധകാരത്തിലാണെങ്കിലും നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ വെച്ചിട്ട് നാട്ടിലെ പല വാർത്തകളും അന്ധകാരത്തെ തേടുന്നവരുടെ വാർത്തകൾ, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ അറിയാമല്ലോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ ഓരോ ദിവസവും കൂടുതലായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു യുവതി ബസ്സിൽ വീഡിയോ എടുത്ത് ആ യുവാവ് മരിച്ച സംഭവമൊക്കെ ഈ ആഴ്ചകളിലാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. അപ്പോൾ അന്ധകാരം ആഗ്രഹിക്കുന്നവരായിട്ട്, അന്ധകാരം തിരഞ്ഞെടുക്കുന്നവരായിട്ട് മാറാതെ, അല്ലെങ്കിൽ അന്ധകാരത്തിന് കൂട്ടുനിൽക്കുന്നവരോ അന്ധകാരത്തിന്റെ കൂടെ ചേരുന്നവരോ ആകാതെ പ്രകാശം ആഗ്രഹിക്കുന്നവരും പ്രകാശത്തിന്റെ വഴിയിൽ നടക്കുന്നവരുമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് അപ്പോസ്തലന്മാരെ വിളിക്കുന്നതാണ്. ഞാൻ ഈ സുവിശേഷം ഇന്നലെയൊക്കെ എന്ത് പറയണമെന്ന് അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പിടിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ ഗലീലക്കടലിൽ ചെയ്തിട്ട് ശിമയോനോടും സഹോദരൻ അന്ത്രയോസിനോടും അതുപോലെ തന്നെ സഹോദരന്മാര് യാക്കോബിനോടും യോഹന്നാനോടും എന്നെ അനുഗമിക്കും, ഞാൻ നിങ്ങളെ മനുഷ്യരിപ്പിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞു. അവരൊന്നും പറയുന്നില്ല, നേരെ ചാടി വള്ളവന്മാരെ ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് കുടുംബാംഗങ്ങളെയും വിട്ട് വീട്ടുകാരെയും വിട്ട് ഈശോയെ പിന്തുടരുകയാണ്. അങ്ങനെ സംഭവിക്കുമോ? ഒരാൾ നിങ്ങളുടെ നിങ്ങളുടെ ജോലി ചെയ്തിട്ടില്ലേ? അപ്പൊ നിങ്ങളോട് വന്നിട്ട് പറയാം, എന്നെ അനുഗമിക്കുകയും ഞാൻ നിങ്ങളെ കുറച്ചുകൂടി നല്ല ജോലി ചെയ്യുന്നവരാക്കാം. അങ്ങനെ വെറുതെ ഒരാൾ വന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ എല്ലാം ഉപേക്ഷിച്ച് അയാളുടെ പുറകെ പോകുമോ? ഇത് തന്നെയായിരുന്നു എന്റെയും ചിന്ത. ഈശോ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ചാടി പുറപ്പെടാൻ മാത്രം എന്താണ് ഈശോയിൽ അവർ കണ്ടത്? ഒരു പരിചയമൊന്നും അദ്ദേഹം കാണുന്നതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷം നേരെ ഇങ്ങനെ ഈശോ അവതരിപ്പിച്ചിരിക്കുകയാണ്.
ഈശോ പരിസ്ഥിതി ആരംഭിക്കുമ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ വന്ന് നേരെ 4 ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തില് ഈശോ ഈ തന്റെ പരിസ്ഥിതി ആരംഭിച്ച് രോഗസൗഖ്യങ്ങളൊക്കെ നൽകിയതിനു ശേഷം ശിഷ്യന്മാരുടെ അടുത്ത് ചെല്ലുന്ന രംഗമുണ്ട്. ആദ്യമായിട്ട് വചനം പ്രഘോഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇവര് പത്രോസും കൂട്ടുകാരോട് കൂടി വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ പറയും, നിങ്ങളുടെ വെള്ളം അടുപ്പിക്കുക, അതിൽ നിന്ന് വചനം പ്രഘോഷിക്കുക. വചനം പ്രഘോഷിച്ച ശേഷം സായകമാകുമ്പോൾ ഈശോ ശിവയോട് പറയും, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. പത്രോസ് പറയും, ഞങ്ങൾ പകൽ മുഴുവൻ പണിയെടുത്തൊന്നും കിട്ടാതെ കുഴഞ്ഞ് ക്ഷീണിച്ച് നിരാശരായിട്ടിരിക്കുകയാണ്. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വലയിറക്കാം. അങ്ങനെ അവർ വലയിറക്കുമ്പോൾ വല നിറയെ മത്സ്യങ്ങൾ ലഭിക്കുന്നു. അവരുടെ വള്ളം മാത്രമല്ല, അവരുടെ കൂട്ടുകാരുടെ വള്ളത്തെ കൂടി പിടിച്ചിട്ട് ആ 2 വള്ളങ്ങളും മുങ്ങാറോളം നിറച്ചെന്നാണ് സുവിശേഷത്തിൽ, മത്സ്യങ്ങളെ കൂടെ നിറച്ചെന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഈ പത്രോസിന്റെയും ശിഷ്യന്മാരുടെയും വിളി, അവര് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ഈശോയെ അനുഗമിക്കുന്നവരായിട്ട് മാറുന്നത്. ഈ 2 സുവിശേഷങ്ങൾ തമ്മിലൊരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ മത്തായി സുവിശേഷകൻ ഇങ്ങനെ നേരിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതിന് ഒരു ലക്ഷ്യം കൂടെയുണ്ട്, ഒരു കാരണം കൂടെയുണ്ട്. മത്തായി സുവിശേഷകൻ ഈ യഹൂദർക്ക് വേണ്ടിയിട്ട്, യഹൂദരുടെ ഇടയിൽ നിന്ന് ക്രൈസ്തവരായ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായി മാറിയവർക്ക് വേണ്ടിയിട്ടാണ് സുവിശേഷം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വയ്ക്കുന്നത്, സുവിശേഷം തുടങ്ങുന്നത് യഹൂദർ കാത്തിരുന്ന, വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന രക്ഷകനാണ് ഈ ജനിച്ചിരിക്കുന്നത്. ആ രക്ഷകനെ കാണാൻ വേണ്ടിയിട്ട് ലോകത്തിൽ അതിന് കിഴക്ക് നിന്ന് ജ്ഞാനികൾ വന്നു, ജ്ഞാനികൾ ഈശോയെ സന്ദർശിച്ചു പോകുന്നു. അതിനുശേഷം തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. ഈജിപ്തിൽ നിന്ന് തിരിച്ച് അവര് നസ്രത്തിൽ വന്ന് താമസിക്കുന്നു. ഇങ്ങനെ യഹൂദരായിട്ടുള്ള എല്ലാവരും അറിയുന്ന, അല്ലെങ്കിൽ യൂദ ദേശം മുഴുവൻ അറിയുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഈശോയെ മത്തായി സുവിശേഷം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മത്തായി സുവിശേഷം വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. നേരെ ഈശോ തന്റെ പരസ്യം ആരംഭിക്കുമ്പോൾ നേരെ കടത്തിലേക്ക് ചെന്ന് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പത്രോസിനും കൂട്ടുകാർക്കും അറിയാം ഇത് മിശിഹായാണെന്ന്, രക്ഷകനാണ്. അതുകൊണ്ട് വിളി കേൾക്കുമ്പോൾ തന്നെ തങ്ങൾക്കുള്ളതെല്ലാം വിട്ടിട്ട് ഇറങ്ങിപ്പോകുവാനുള്ള ധൈര്യം, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ആ വിശ്വാസം അവർക്ക് ആദ്യമേ തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മളും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. എന്നെ അനുഗമിക്കുമെന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ക്രിസ്തുവിനെ അറിയുന്നവരായിട്ട്, വചനത്തിലൂടെ ക്രിസ്തുവിനെ അറിയുന്നവരും ഉൾക്കൊള്ളുന്നവരും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവരും അത് പങ്കുവെച്ച് നൽകുന്നവരുമായിട്ട് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ 2 സന്ദേശങ്ങളാണ് സുവിശേഷം നമുക്ക് നൽകുന്നത്. അന്ധകാരത്തിൽ നടക്കുന്നവരാകാതെ പ്രകാശത്തിൽ നടക്കുന്നവരും പ്രകാശത്തിന്റെ മക്കളായി രൂപാന്തരപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുമായി നമുക്ക് ദൈവമുമ്പിൽ വ്യാപരിക്കാം. ഒപ്പം ദൈവത്തിന്റെ വിളി, നമ്മുടെയൊക്കെ വിളി, വൈദികരുണ്ട്. ഒപ്പം തന്നെ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എല്ലാവരും. നമ്മുടെ ഓരോരുത്തരുടെയും വിളിയെ ഉത്തമ ബോധ്യത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നവരും അതിജീവിക്കുന്നവരുമായി തിരുവനന്തപുരത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ ദിവ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു,
സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും നിശ്ചയമായ എല്ലാവരുടെയും സൃഷ്ടാവും സർവ്വശക്തനുമായ പിതാവും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാവരുടെയും മുമ്പ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശിച്ചുള്ള പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവവുമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി. പരിശുദ്ധാത്മാവാണ് കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശ്വവിജ്ഞാനമനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് നമുക്കോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്നായി സംഘടിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥിക്കാം. ശ്രമിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. തിരുസഭയെയും തിരുസഭയുടെ തലവനായ ലയോ 14 പാപ്പായെയും കർദിനാൾമാർ, മെത്രാന്മാർ, എല്ലാ വൈദികരെയും സന്യാസികളെയും ആത്മീയ പ്രേക്ഷിതരെയും അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സുവിശേഷത്തിന്റെ വെളിച്ചെത്തിക്കുവാനും പ്രതിസന്ധികളിൽ തളരാതെ സഭയെ നയിക്കുവാനും പരിശുദ്ധാത്മാവേ ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം നേരിടുന്ന യുദ്ധങ്ങൾക്കും അശാന്തിക്കും അറുതി വരുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രതലവന്മാർ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് നീതിയിലും കരുണയിലും അധിഷ്ഠിതമായ ഭരണം കാഴ്ചവെക്കുവാനും ലോകത്തെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും വിമുക്തമാക്കുവാൻ അവർ പരിശ്രമിക്കുവാനും കൃപ നൽകണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളെയും യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും പ്രാർത്ഥനാ ചൈതന്യവും നിറയട്ടെ. കുടുംബത്തിന്റെ പ്രത്യാശയായ യുവതി യുവാക്കൾ അവരെ വഴിതെറ്റിക്കുന്ന സ്വാധീനങ്ങളിൽ വീഴാതെ ഉത്തമമായ ലക്ഷ്യബോധത്തോടെ വളരുവാനും തങ്ങളുടെ കഴിവുകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുവാനും ഇടയാകണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവിധ മാനരോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും ശാരീരികവും മാനസികവുമായ വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്നേഹത്തോടെ സേവനം ചെയ്യുവാൻ ശക്തി നൽകണമെന്നും രോഗികൾക്ക് കർത്താവിന്റെ സൗഖ്യദായകമായ സ്പർശനം വഴി പൂർണ്ണ ആരോഗ്യം ലഭിക്കണമെന്നും കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഇടയിൽ നിന്നും മരണം വഴി വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിലെ തങ്ങളുടെ തീർത്ഥാടനം പൂർത്തിയാക്കി നിത്യതയിലേക്ക് പ്രവേശിച്ചവർക്ക് സ്വർഗീയ വിരുന്നിൽ പങ്കുചേരാനും ദൈവത്തിന്റെ മുഖം ദർശിക്കുവാനുമുള്ള ഭാഗ്യം നൽകണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രദക്ഷിണപരമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവപിതാവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
സഹോദരന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്ത പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശദീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കാൻ കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിസ്തുതനായ മക്കളെ, കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവികതയാൽ മർത്യരായവരെ അങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ മർത്യതയിൽ തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തിൽ നിബന്ധിച്ച എല്ലാവരെയും ഏതു വഴിയാണോ അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ഞങ്ങൾ ആരംഭിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു.
സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിലപിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ചകൾ അതേ ആത്മാവായി പവിത്രമാക്കുവാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടെ നോക്കിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലി വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ ഈ ബലി സർവ്വലോകത്തിന്റെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പാത്രിയാർക്കീസിനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണം. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച് അങ്ങേ ദാസരെ ഓർക്കണം. അങ്ങേ പുത്രൻ മരിച്ചവരെയും മണ്ണിൽ നിന്ന് ശരീരത്തോടെ ഉയർപ്പിക്കുകയും ഞങ്ങളുടെ എളിയ ശരീരം അവിടുത്തെ തേജോമയമായ ശരീരത്തോട് സാരൂപം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ മരണവുമായി സാദൃശ്യം പ്രാപിച്ച ഈ ദാസരെ അവിടുത്തെ ഉയർപ്പിലും ഒന്നാക്കി തീർക്കാൻ കഴിയണം. ഞങ്ങളുടെ മുന്നിയടങ്ങിയ സഹോദരരെയും അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം
അങ്ങേ മഹത്വത്തിൽ നിത്യമായി സംതൃപ്തി അടയുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്കും പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചത് പഠിപ്പിച്ചതനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിനയമായ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേത്തിനുള്ള മനസ്സരിച്ച സഭയിൽ സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുദ്ധനും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
ആരാധനയ്ക്കേറ്റ യോഗ്യനായവനേ,
സർവശക്തനായ ദൈവമേ, അങ്ങേ ജീവിതായകമായ കൃപ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ ദാനത്തിൽ എപ്പോഴും ഞങ്ങൾ അഭിമാനം കൊള്ളാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യബലി സമാപിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസരെ പാപഫലങ്ങളിൽ മോചിപ്പിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. Oh
കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരമകാരുണ്യനും ലോകരക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹീയമായ കൽപ്പന അനുസരിച്ച് ഈ ലോകത്തു നിന്ന് യാത്രയായ ദാസരുടെ ആത്മാക്കൾക്ക് വിശുദ്ധന്റെ സമൂഹത്തിൽ പ്രവേശനം നൽകണമേ. പുണ്യചരിതയുടെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കാനായി അംഗവാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആകുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചിന്തയ്ക്ക് അതീതവുമായ നിത്യാനത്തിലേക്ക് ഈ സഹോദരങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് വിശ്രാന്തി നൽകണമേ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ചവരുടെ വിശ്വാസങ്ങളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കർത്താവ് എന്നോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ ദൈവങ്ങൾക്ക് യാതൊരു വരാതെ അങ്ങേ ദൈവത്തിന്റെ കൃപ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ തിരിച്ചറിവ് ദിവസത്തോളം എടുക്കുന്ന അവരുടെ അപരിശുദ്ധകരങ്ങളെ മരണമാകാതെ കാക്കണമേ. അങ്ങേ ദൈവത്തിന്റെ രക്തത്താൽ നന്മയുടെ നാളുകളെ ഗർഭമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പാർവത്യത്തിന്റെ മഹിമയെ വസിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നൽകുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ സ്നേഹം അവരെ ലോകത്തിൽ സംരക്ഷിക്കും.
ഫ്രണ്ടിൽ പോയി കാണിക്കും.